മോളെ എണീക്ക് മോളെ. എന്താ കല്ലു മമ്മി ആൻഡ് അരിക്കോട് മമ്മി. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഗായ്സ്. അപ്പം ഞാൻ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ നല്ല മോർണിംഗ് വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാവ്. അപ്പം നമുക്കൊന്ന് ബാൽക്കണിയിലേക്കൊന്ന് പോയേക്കാം. ഓക്കെ, ഞാൻ ഈ രാവിലെ തന്നെ ഈ ബാൽക്കണിയിൽ നിന്ന് ഈ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ചില്ലാവുകയാണ്. പിന്നെ നല്ല മൂഡ്, നല്ല മൈൻഡ് സെറ്റ് ഒക്കെ ആക്കുകയാണ്. പീസ് കിട്ടോ നോക്കാണ്. പീസ് ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, ഇന്നത്തെ എന്റെ ഡേ ഇൻ മൈ ലൈഫ്, അതായത് മദർ ആയിട്ടുള്ള എന്റെ ഡേ ഇൻ മൈ ലൈഫ് ആണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാരും ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പൊ ഞാൻ കുറച്ച് മൈൻഡൊക്കെ ഒന്ന് പീസ് ആക്കട്ടെ, അല്ലെങ്കിൽ ഇതിന്റെ പീസ്നെസ് ഒക്കെ ഒന്ന് പോയി പോകും. അപ്പൊ നമുക്കൊന്ന് പീസ് ആക്കാം. പിന്നെ ഇവിടെ നിന്നാല് നല്ലൊരു വൈബ് ആയതുകൊണ്ട് തന്നെ നല്ല സുഖമാണ്. അതാണ് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ തന്നെ വന്ന് നിൽക്കണത്. അല്ലെങ്കിൽ എനിക്ക് രാവിലെ എണീച്ച സ്വഭാവമാണ്. പിന്നെ എനിക്ക് രാവിലെ എണീച്ചിട്ട് കുളിക്കാൻ പോകാനായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ കുളിക്കാൻ വേണ്ടി പോകും. എന്റെ ഇന്നത്തെ സമയം 8:15. അതുകൊണ്ട് ഞാൻ എത്ര നേരത്തെ എണീച്ചത്. അല്ലെങ്കിൽ എണീക്കും. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഉറക്കൊക്കെ ഇങ്ങനെ മുറിഞ്ഞുള്ള ഉറക്കാണ്. ഒരു 2.5 മണിക്കൂർ ഗ്യാപ്പുള്ള ഉറക്കാണ് ഇപ്പൊ എനിക്ക് കിട്ടാറുള്ളത്. അതുപോലെ തന്നെ ബേബി ഇങ്ങനെ കുറച്ച് ഉറങ്ങും, കുറച്ച് കണ്ണു തുറക്കും. ഓൾ അവിടെ ഉണ്ട്. നമുക്ക് ഓണത്തേക്ക് പോവാം. ഇതെന്താ പ്രത്യേകതരം ബോസാണ് തോന്നുന്നത്. പാമ്പേഴ്സ് കുറച്ച് തുറന്നിട്ടിട്ട് അവിടെ കിടന്നുറങ്ങണേ. മോളെ 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 എണീക്ക് മോളെ മോളെ. എന്താ അറിയോ, ഇങ്ങനെ വെയിലത്ത് ഉള്ള സമയത്ത് നല്ലോണം കിടന്നുറങ്ങും. ഈ വെയിലും വേണം, ചൂടൊക്കെ കുറച്ച് കിട്ടണം. AC-ലാണ്ട് കൊണ്ടുവന്നിട്ടാല് ഓളാണ്ട് കണ്ണാട് തുറന്നിട്ട് കരിയും. പിന്നെ എന്താ വെച്ചാല് ഈ മറ്റേ സാധാ നമ്മളെ ഡ്രസ്സ് ഇടൂല, ഇങ്ങനെ കെട്ടി കൊടുക്കുന്ന ഡ്രസ്സും പിന്നെ ക്ലോത്ത് ഡയപ്പറൊക്കെ വെക്കുകയാണെങ്കിൽ ഓക്ക് ഇങ്ങനെ ഒരു 1/2-3 മണിക്കൂർ കൂടുമ്പോൾ ഓള് 1/2 മണിക്കൂർ കൂടുമ്പോൾ മൂത്രയിച്ച പിന്നെ കരച്ചിലോട് കരച്ചില്ല. അല്ലെങ്കിലോ ഈ റോംബറും പമ്പേഴ്സും ഇട്ട് കൊടുത്താല് നല്ലോണം ഉറങ്ങും. അതാണ് ഓളെ മെയിൻ ഇട്ടോ. മോളെ എണീക്ക് മോളെ, നമുക്ക് സ്കൂളിൽ പോണ്ടേ. ഈ വെയിലത്ത് കണ്ടിങ്ങനെ ഉറങ്ങുക, താളി ഉറങ്ങൂലേ, അതോളം പരിപാടി. അപ്പൊ ഇതിന്റെ ഫസ്റ്റത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലാത്ത പ്രാതലത്തിന്, അതായത് കോഴിമുട്ട, പഴം, ബൂസ്റ്റ്, ഓർലിസ്റ്റ് ഏതോ ഒന്ന് എന്തൊക്കെയാണ് ഇത് തിന്നാൻ വേണ്ടി പോവാണ്. കല്ലു മമ്മി ആൻഡ് അരിക്കോട് മമ്മി, 2 മമ്മിമാർ. എന്താ തിന്നണ? നിങ്ങൾക്കെന്താ ബ്രേക്ക്ഫാസ്റ്റ് ആണ്? ആരാ തന്നെ മുട്ടയും പായും ചായയൊക്കെ കുടിച്ച് ഇവിടെ പ്രസവിക്കാൻ വന്നല്ലേ. 2 തടിയൊക്കെ കൂടുന്നുണ്ട്. കല്ലായത്തമ്മ 2 ദിവസം തിന്നിട്ടുള്ളു, അപ്പോത്തിനും തടി കൂടി. നിങ്ങള് പിന്നെ പറയണ്ട, നിങ്ങളെ കൂടെ കൂടിയോണ്ട് മാറ്റൊക്കെ ഉണ്ട്. കുറച്ച് ഫലപൂഷ്ടായ സാധനങ്ങളൊക്കെ തിന്നിട്ടുണ്ട്. നല്ല സുഖമാണ്. എന്താ സുഖം. അപ്പൊ ഇങ്ങനത്തെ സെന്ററിലൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ മമ്മിമാർക്ക് എൻജോയ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഓലും ഒന്ന് തടിക്കും, നമ്മളും തടിക്കും. എങ്ങനെയുണ്ട്? സൂപ്പർ. അതുപോലെ തന്നെ ഞാൻ പറയാ, ഫസികാക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഇന്ന് പോകും, എല്ലാവരും ഇന്ന് പോട്ടോ. എന്താ ഡാഡിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ കാണിച്ചുതരാം. എന്താ റെസ്പോൺസിബിലിറ്റി. അയ്യോ, കാക്കി മോനും എന്താ കടന്നുറങ്ങാണ്. നല്ല റെസ്പോൺസിബിൾ. ആവം ഒരു ഇപ്പിയും മോനും കിടക്കണ പോലെ ഉണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ഫസികാക്കന്റെ ഇവിടുത്തെ പരിപാടി, കടന്നുറങ്ങ. എന്താ ചെയ്യ, 2 കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങ. കെട്ടിപ്പിടിച്ചിട്ടില്ല, അടുത്തിങ്ങനെ ഇങ്ങനെ ഒട്ടി കിടക്കുന്നുണ്ട്. മനു അപ്പുറത്തുണ്ടായില്ലല്ലോ, ആ സൈഡ് ഇപ്പോഴും ഗ്യാപ്പ് ഇപ്പോഴും വിട്ടു പോയത് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് പല പരിപാടി. അപ്പൊ ഞമ്മക്ക് നമ്മളെ സാധനങ്ങൾ തിന്നു. ഓക്കെ, നിന്ന് തിന്നോളി. ആരെങ്കിലും നിങ്ങളോട് തിന്നാണ്ടാണോ? അപ്പൊ ഞാന് തിന്നാണ്. ആദ്യം ഒരു പായ തിന്നാ.
ബിസ്മിലുണ്ടോ മനസ്സിലായില്ലേ? പിന്നെ ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ്. എല്ലാ നേരം ഞാൻ അങ്ങനെ തിന്നുകൊണ്ട് 9 നേരം തിന്ന് ഞാൻ ഇപ്പൊ തടിച്ചൊരു കുറ്റി അയക്കണം. പക്ഷെ കുഴപ്പമില്ല, തിന്നാൻ കിട്ടുന്ന അവസരമല്ലേ വയറ്റിലപ്പം അഴകാട് തടിച്ചപ്പോ ഞാൻ അന്ന് ഞാൻ 7 കിലോ ഉണ്ടായിരുന്നു. ഇനിയിപ്പൊ എത്ര 90ആയിരുന്നു. ഇവരൊക്കെ എന്തൊക്കെ കടിച്ചൊന്നും പോരാ. പ്രത്യേകിച്ചില്ലേ ആ കല്ലുമമ്മിക്ക് ഇത്ര കടിച്ചാൽ കഴിക്കില്ല. നല്ല രസം കടിച്ചിട്ട് തരും. പോട്ടയില്ലാണ്ട് പോകാനിപ്പോ എന്താ മെയിൻ റോഡോ ഈ മമ്മിമാരെ കൊണ്ട് വലിയ ഇതാണ്. എന്തായാലും കുഴപ്പമില്ല. ഇവിടുത്തെ സുഖവാസ കഴിയാനായിരുന്നു മമ്മി. ഒരു 10 ദിവസം കൂടെ 8 ദിവസം കൂടെ ഉണ്ടാവുള്ളൂ. ഇങ്ങോട്ട് 2 ആളോടാണ്. അപ്പൊ അതിന് മുന്നേ ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ വരാനുണ്ട്. സ്റ്റേറ്റ് ഉണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ്. ഇവിടെ കുറച്ച് ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ പോയതുകൊണ്ട് ഞാൻ ഒറ്റയടിക്ക് ഇങ്ങനെ വരാം. അതാണ് എനിക്കിഷ്ടം. മമ്മി ഭയങ്കര പ്രമോഷൻ നാടൻമുട്ടാണ്. നാടൻമുട്ട ഇഷ്ടംപോലെ ഈ പ്രസവ സമയത്ത് നാടൻമുട്ടാണ് പോലും നല്ലത്. അപ്പം ഇനി ഞാനൊരു മിൽക്ക് ബ്രേക്ക് എടുത്ത് ഇവർക്ക് ഒരു മിൽക്ക് കൊടുത്തിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ബാക്കി വന്നിട്ട് കാണാം ഗൈസ്. പിന്നെ അതുപോലെ ഇവിടുത്തെ ഉഴിച്ചിൽ അടിപൊളിയാണ്. നല്ല സുഖം ഉഴിഞ്ഞിട്ട്. അത് ഞാൻ വിചാരിച്ചു എന്തിനാ ഈ ഉയ്യണ, എനിക്ക് മനസ്സിലായില്ല. വെറുതെ ആണ് ഉയ്യണെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല സുഖം ഉഴിഞ്ഞിട്ട്. ഒരു ബോഡിക്ക് നല്ല റിലാക്സേഷൻ ആണ്. അപ്പം ഐ ആം എൻജോയിങ് ഉഴിച്ചിൽ നൗ. അപ്പൊ ഇതിന്റെ സമയം ആവാനായിട്ടുണ്ട്. അപ്പൊ ഞാൻ പോട്ടെ. മമ്മിയാണ് വ്ലോഗ്. അപ്പൊ ഗൈസ് ഞാൻ കുളിച്ച് കണ്ണൊക്കെ എഴുതി നോക്കി നിങ്ങൾക്ക് കാണാം. കണ്ണൊക്കെ എഴുതി പിന്നെ മുടിയൊക്കെ ഇങ്ങനെ പുകച്ച് എന്തോ കുന്തിരിക്കോ എന്തോ കർപ്പൂരൊക്കെ ഇട്ട് പുകച്ച്. അപ്പൊ നല്ലൊരു പുകമയത്തിലാണ്. നല്ലൊരു ഫ്രഷ് ഫീല്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. 9 നേരത്തെ ഫുഡ് ഉണ്ട്. അപ്പം ഫസ്റ്റത്തെ ഫുഡ് ഞാൻ കഴിച്ച് 2ാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുളിച്ച് കഴിഞ്ഞ് നല്ല മസാജൊക്കെ കിട്ടി നല്ലൊരു സുഖത്തിലാണ് ഞാൻ വന്നത്. ഇനി ഒരു നല്ലൊരു ഫീലാണ്. ഇപ്പം ഒരു നല്ലൊരു ഫീൽ ഗുഡ് മൂവിയൊക്കെ കണ്ട പോലെ തന്നെ നല്ലൊരു ഫീലിലാണ് ഇപ്പം ഞാനുള്ളത്. അപ്പം ഞാൻ മാക്സി കിട്ടുന്നത്, പുതിയ മാക്സി. എത്ര മാക്സി ഉള്ളത് ഒക്കെ അടിപൊളിയാണ്. കൈയൊക്കെ കണ്ട് എത്ര വലുപ്പൊക്കെ ഉണ്ട്. ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. മമ്മി പറഞ്ഞു ഇത് തന്നെ അടിപൊളിയാണെന്ന്. ഇനി പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എല്ലാവരും രാവിലെയൊക്കെ എണീച്ചിട്ട് വേഗം കുളിക്കുക എന്നെ പോലെ. എന്നിട്ട് തലൊക്കെ പുകച്ചിട്ട് കണ്ണൊക്കെ എഴുതിട്ട് നല്ല സുന്ദരിയായിട്ട് ഇരിക്കുക. ഓക്കെ. പപ്പ എന്തിനാ വന്നേ? IPC 506 പ്രകാരം 2 ഭാര്യക്കും ഭർത്താവിനും തുല്യമായ അവകാശമാണ്. അവകാശം മാത്രമേ ഉള്ളൂ. IPC 506 ആണ്. ഓക്കെ. നോക്കണേലും അവകാശമില്ല. പീനലായാലും പാനലായാലും എന്തായാലും കുഴപ്പമില്ല. വിളിച്ചൊക്കെ വന്നോ? കുളിപ്പിച്ചോ? കുളിപ്പിക്കാനും കേരള പോലീസ്. ഇവന്റെ ഒരു ഭാഗ്യേ. എന്താ ചെയ്യാ? കുളിപ്പിക്കണോ? പോ. ഇതുപോലെ ആണുങ്ങളുടെ ഉണ്ട് സ്ഥലം. അവിടെ പോയാ ഉറങ്ങിട്ട് മുഖൊക്കെ ഇങ്ങനെ ചീർത്തിക്കണ്. എന്താ ഉറക്ക. എന്താ സുഖം. ഇവിടെ ഇന്നെ നോക്കാന് തന്നെ വരും. എന്നിട്ട് ഫസ്കാക്ക് ഉറങ്ങും. നല്ല തടിയൊക്കെ വന്നാണ്ട് ഫസ്കാക്ക് ഇന്നങ്ങാട് വന്നാണുണ്ട്. അതിനുമാണ് ഒരു ഭാഗ്യം ഫസ്കാക്ക. അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി സാമ്പാറാണ് ഉള്ളത്. അപ്പം നമുക്കൊന്ന് തിന്നാം. പിന്നെ എന്റെ അടുത്ത ഫുഡ് ഇവിടെ എത്തിക്കണ്. അത് എത്തിയിട്ടില്ല, അതിപ്പോ വരുന്നുണ്ട്. അപ്പൊ ഇന്ന് ഇഡ്ഡലി സാമ്പാറാണ്. പിന്നെ അത് കഴിഞ്ഞ് 11 മണിക്ക് ഫുഡ് വേറെ ഉണ്ട്. ഇതാ
ഇത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ വലിയ ഉലുവച്ചോറല്ലേ? എന്താ സാധനം ടേസ്റ്റ് ഇല്ല അതിന്റെ അല്ലേ എനിക്ക് ഉലുവന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എങ്ങനെ ഉലുവച്ചോറ് തിന്ന് തലച്ചോറ് കൊടുന്ന് കേട്ടിട്ടില്ല. എന്നാ ഫസ്കാക്കും തലച്ചോറ് കൂടുന്നു കേട്ടോ ഉലുവച്ചോറ് തിന്ന്. അപ്പൊ ഇവക്ക് അതിനായിരിക്കും ഇവര് ഇതൊരു 2-3 നേരം ഇത് എക്സ്ട്രാ ഉണ്ട്, കൊറേ ഇടക്കിടക്ക് വരുന്നതാണ്. അതിനെ കൊണ്ടാവും. കഴിഞ്ഞോ? അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. അപ്പം ബാക്കിയുള്ള പരിപാടികൾ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും. അല്ല തിന്നല് മാത്രാണോ? എക്സസൈസ് ഒന്നുമില്ലേ? കുട്ടീനെ നോക്കാൻ 2 ഉമ്മമാരും നോക്കിയിട്ട് വെടക്കാക്കി കൊടുക്കും. ഞാൻ പറഞ്ഞത് ഞാൻ രാവിലെ വന്നപ്പോ വെറുതെ പോലെയല്ലോ. ഒരാള് കോഴിമുട്ട പൊങ്ങി തിന്നു, ഒരാള് ബ്രെഡ് ഓംലെറ്റ് തിന്നു. എന്താ ഞാൻ ചൂട്ടയപ്പോ രണ്ടാളും തിന്നാ. നമ്മളെ മോളെ നോക്കാൻ വന്നിട്ട് എല്ലാരും ഫുഡ് കഴിക്കാല്ലേ? പുലിപ്പച്ചോറ് അവിടെ കൊണ്ട് സ്നേഹിച്ചു. വട്ടാണ് ഇവർക്ക് എല്ലാവർക്കും. എല്ലാരും കല്ലുമമ്മി നല്ല തടി നന്നായിട്ടുണ്ട്. 2 ദിവസം തിന്നിട്ടുള്ളൂ, അപ്പത്തേക്കും തൂങ്ങി ചാടി. പുതിയ പേരിട്ടതാ ഞാന്. കല്ലായി മമ്മി, കല്ലുമമ്മി. ആ ഇത് അരിമമ്മി, എന്തെങ്കിലും മമ്മി എന്ന് വിളിക്ക. ആ തിന്നുണ്ട് നല്ലോണം. നല്ല ടേസ്റ്റ് ഇല്ലേ? ഫുള്ള് തിന്നാളി. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഹിബക്കൊണ്ടേ കൊടുത്തതാ. എന്താ ചെയ്യാ വരക്കാര്. ശരിയാ. അപ്പം ഇവിടെ ഫുള്ള് വൈബാണ്. നമ്മൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ഫാമിലിയിലെ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാം. എന്താ ചെയ്യാ, ഫുഡൊക്കെ ഓൽക്കും കഴിക്കാലോ. അതെ അത് വളരെ കറക്റ്റ്. പിന്നെ പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ എൻജോയ്മെന്റ്. ബിക്കോസ് എന്താ അറിയാം, ഇതൊന്നും ആണുങ്ങളൊന്നുമില്ല. അതാണ് അതെ, പെണ്ണുങ്ങളെ കൊണ്ടുവരിക. അപ്പൊ ഞാൻ ഒന്ന് തിന്നട്ടെ. കല്യാണം കഴിക്കാത്തവരാണ് പെണ്ണ് കെട്ടിട്ട് വന്നേ. അതെ 2 കെട്ടിയാ പറ്റോ? പറ്റും 2 റൂം ഉണ്ടല്ലോ ഇവിടെ. പിന്നെ ഓർക്കിക്കൊണ്ടിരിക്കാണ് കേട്ടോ ഞാന്. വാവ് ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ, ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ, നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ ഊഞ്ചേലാടാലോ. അപ്പം ഇതാ ഞാൻ ബേബിനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. ബേബി ഈസ് സ്ലീപ്പിംഗ് നൗ. അപ്പം നേരത്തെ ഞാൻ ഒരു അരമണിക്കൂറിൻ്റെ ബ്രേക്ക് എടുത്തിരുന്നു. അത് വേറൊന്നുമല്ല, മോളെ മിൽക്ക് ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ മിൽക്ക് ടൈം കഴിഞ്ഞു. ദിസ് ഇസ് സ്ലീപ്പിംഗ് ടൈം ഗൈസ്, സ്ലീപ്പിംഗ് ടൈം. കുഞ്ഞൊങ്ങാണ്. ഓ വാവോ വാവോ ഒങ്ങാണ്. അപ്പൊ നമ്മളെ ബേബി ഉറങ്ങിട്ടോ. മമ്മന്റെ കയ്യിൽ കിടന്നിട്ടാണ് ബേബി ഉറങ്ങിയത്. എന്താ ചെയ്യ, ഇന്നെ തന്നെ വേണം എല്ലാത്തിനും. ഇവിടെ എന്താ കിച്ചണിൽ ഫുള്ള് ബഹളവും തല്ലും വിളിയാണല്ലോ. ബംഗു ഈ എന്താക്കണേ? ബംഗുന് കുറവാ. ഓന്റെ ലവറാണ്, മെസ്സേജ് അയച്ചോണ്ടിരിക്കാണ്. എന്താ തിന്നണ? ഓ ബ്രെഡ് ഓംലെറ്റ്. അമേരിക്കൻ പീപ്പിൾ അല്ലേ ബംഗു? ഞങ്ങൾ ഇങ്ങനത്തെ ബ്രെഡ് ഓംലെറ്റ് ബർഗേഴ്സ് ഒക്കെ ഹാരി പോട്ടർ അവിടെ മറ്റേ ഇത് കളിക്കുമ്പോ ബേസ്ബോൾ കളിക്കുമ്പോ അതെ, നിങ്ങളൊരു ബേസ് ലെവലാണെന്ന് അർത്ഥം. ബേസ് ഇല്ലാത്ത ലെവൽ. ചളി അടിക്കണേന് വേണമെന്നില്ല. വാരന്റെ ഫസിക്കാക്കാ. പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത്. ഈ വീട്ടിലൊരു ഹൈജീൻ ഇല്ല, അതറിയാം. അന്റെ മൂക്കനൊക്കെ അവിടെ കിടക്കണം ടിഷ്യൂ പേപ്പറിൽ. പേഴ്സണൽ ഗ്രഡ്ജ് എന്നോട് എടുക്കരുത്.
ഞാൻ ലാലേട്ടന്റെ എപ്പിസോഡിൽ കംപ്ലൈന്റ് ചെയ്യും. എന്നോട് പേഴ്സണലി ഗ്രഡ്ജ് ആയിട്ടും ഭയങ്കര മനസ്സിൽ വെച്ചുകൊണ്ടൊക്കെയാണ് സംസാരിക്കണത്. എന്താണ് എന്താ കാണിച്ചത്? ഇതാണിപ്പോ എന്നോട് എന്താ കാണിച്ചത്? ഇതിനുള്ളത് ഞാൻ എന്നോട് ക്ഷമ ഒന്നും പറയണ്ട. എനിക്ക് അറിയാം ഇതിനെന്താ ജനങ്ങൾ കാണുന്ന ഷോ ആണ്. ഓക്കെ സീനാണ് മോനെ. തിന്ന് മോനെ. വീട്ടില് ഹൈജീനില്ല. ബാത്റൂമിലേക്ക് ചെരുപ്പിടാണോ പോയെ? അതെ, ഞാൻ ചെരുപ്പ് ഊരാറേ ഇല്ല. ഞാൻ ചെരുപ്പിടാണ്ടാ പോയത്. ഓക്കെ. പക്ഷെ ഞാൻ കാല് കഴുകിട്ട് അവിടെ വെക്കലേ ഉള്ളൂ. വീട്ടിലൊരു ഹൈജീന് വേണം എന്തൊക്കെ പറഞ്ഞാലും. ഓക്കെ. നീ കുളിച്ചോടാ. വീട്ടിൽ ഹൈജീൻ പ്രധാനം കേട്ടോ. നീ കുളിച്ചോ? എണ്ണ തേച്ച് കുളിച്ചതാ. കുളിപ്പിച്ച എന്നെ കുളിപ്പിക്കാനും കേരള പോലീസ് അല്ലേ? ഓക്കെ. അപ്പൊ ഹിബ കുളിച്ചതാ അല്ലേ? ഈ കുളിക്കാതെ നടക്കില്ല. 1.5 അടുക്കുള്ള കുളി ഇല്ലല്ലോ. ഇപ്പൊ ഫുൾ ടൈമാ. വെരി ഗുഡ്. നമ്മുടെ വീട്ടിൽ ഹൈജീൻ പ്രധാനം. ഓക്കെ. കുളിക്കാതെ നല്ലതല്ലേ? അതേസമയം എന്റെ 11 മണിത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ ഇപ്പൊ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. ഉലുവ മിക്സ് ജീരകം മിക്സ് ചോറ്. ഈ ചോറ് വളരെ പോഷക ഗുണമുള്ള ചോറാണ്. പക്ഷെ അതാണ് മമ്മി എന്റെ കല്ലു മമ്മി പറഞ്ഞത്. അപ്പൊ നമുക്ക് ഞാൻ പുതിയ പേരിട്ട് കല്ലായ മമ്മിക്ക് കല്ലു മമ്മി. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇമ്മച്ചിക്ക് പേരിട്ടെ അരിമമ്മി ആൻഡ് കല്ലു മമ്മി. ഒരാൾ കല്ല്, ഒരാൾ അരിത്ത കല്ല്, ഒരാൾ ഇതൊക്കെ ആൾക്കാരെ അധിക്ഷേപിക്കുന്നതൊക്കെ ബിഗ് ബോസ് റൂൾസിനെതിരാണ് കേട്ടോ. വലിയ ഓളായിപ്പോയി. അപ്പം ഇത് നൈസാണ്. എന്നാലും നല്ലതായതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല. ഞാൻ അല്ലെങ്കിൽ നല്ലതൊന്നും തിന്നില്ല. അതുകൊണ്ടാണ് തോന്നുന്നത്. നല്ലൊരു ഹസ്ബൻഡിന് നല്ലൊരു ഇമ്മയെ ബാക്കിൽ ഇരിക്കണ്ടേ. അതേസമയം ഈ ഫസിക്കാക്ക കല്ലുമമ്മി ആൻഡ് ബംഗു പോവുകയാണ്. അപ്പം സ്നേഹസമ്മാനമായിട്ട് സ്യൂടെക്സ് നൽകുന്ന മാങ്ങ കിട്ടിയിട്ടുണ്ട്. സോർടെക്സ് എന്തായാലും കിട്ടിയിട്ടല്ലോ. ബംഗു എന്തൊക്കെ കവറിലാക്കിട്ട് എന്തോ വലിയ ഭാരം പിടിക്കണേ. ഞാൻ കുറച്ച് ബോക്സറും അണ്ടർവെയർ ആണ്, വേറെ ഒന്നും. അത് ബംഗു എന്റെ ഷെഡിയാണ് അത്ര ഓന വെച്ചതില്. അതൊക്കെ ഇട്ട് പോവാണ്. അപ്പൊ പോവാ. ബൈ ബൈ. ഉണ്ണി വിറന്നു. അവിടെ റീൽസ് കൊടുത്തിരിക്കരുത്, കുട്ടിയെ നോക്കണം. ഓക്കെ മമ്മി ആൻഡ് ബംഗു നന്ദി. വീണ്ടും വരിക. സ്റ്റോപ്പിട്ട് കഴിഞ്ഞെങ്കിൽ പോവാമായിരുന്നു. നമ്മളെ ലഞ്ച് ആയിട്ടുണ്ട്. ഇതാ ചോറ്, അതിലേക്ക് ചിക്കൻ വരട്ടിയത്, ബീട്രൂട്ട് ഉപ്പേരി, ക്യാബേജ് ഉപ്പേരി, മഞ്ഞക്കറി, പപ്പടം, പിന്നെ അച്ചാറും ഉണ്ട് കേട്ടോ. അപ്പം ഫുഡ് കുശാലാണ്. അപ്പം ഞാൻ തിന്നാൻ വേണ്ടി പോത്രൊന്നും ചോറ് വേണ്ട, എനിക്ക് ഇത്ര ചോറ് മതി. അപ്പം നല്ല വിശക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് തിന്നിട്ട് വേണം ഇനി പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ. ഓക്കേ. അപ്പോൾ വളരെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഞാനൊരു പിടിക്കട്ടെ കേട്ടോ. ചിക്കനും ഉപ്പേരിയും പപ്പടും. സൂപ്പർ. അപ്പം എല്ലാവർക്കും ലഞ്ച് കഴിഞ്ഞിട്ടാണ്. ബൈ ഗായ്സ്. അപ്പം ഞാൻ കുറച്ച് നേരം ഇവിടെ ഒന്ന് കിടക്കാം, ഒന്ന് റെസ്റ്റ് എടുക്കാം. ഇനി കുറച്ച് നേരം സുഖനിദ്ര, കുട്ടി എണീക്കണ വരെ നിദ്ര. അപ്പം ബൈ ഗായ്സ്. അതേസമയം എന്താ അവിടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. നിദ്ര ചെയ്യാൻ സമ്മതിക്കില്ല അല്ലേ മമ്മനെ ഈ കുഞ്ഞാ? ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? എന്റെ നദ്രായി. അപ്പം ഇനി ഒരു മിൽക്കി ബ്രേക്ക് ആണ് ഗൈസ്. ബൈ. ചേർത്ത ഒരു കിടന്നൊക്കെ ചെയ്ത് അപ്പോഴത്തേക്കും ഉണർന്ന്. അപ്പോൾ ഉറക്കം ശരിയായിട്ടില്ല. അപ്പോഴത്തേക്ക് എൻ്റെ 5ാമത്തെ നേരത്തെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ 9 നേരം ഫുഡാണുള്ളത്.
എന്താ വെച്ചാൽ ഗോതമ്പിൻ്റെ എന്തോ ആണ്, നുറുക്ക് ഗോതമ്പാണ് ഐ തിങ്ക്. അപ്പം ഞാനിത് തിന്നാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ നന്നായിട്ട് തിന്നണം, എന്നാലേ നമ്മൾ നന്നായിട്ട് തടി വെച്ച് വരുള്ളൂ, അതുപോലെ തന്നെ കുട്ടിക്കും പാലുണ്ടാവുള്ളൂ. അപ്പം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ഞാൻ, ബിക്കോസ് ഐ ലവ് പഞ്ചസാര. അധികം തിന്നാൽ ഷുഗർ വരും, ഷുഗർ ആവും പിന്നെ. അപ്പം നമുക്ക് ഇതൊന്ന് തിന്നാം. ഓരോ ദിവസം ഇങ്ങനെ ടൈം ടേബിൾ അനുസരിച്ച് ഇങ്ങനെ മാറി മാറിയാണ് കേട്ടോ വരിക. ഒരു ദിവസം ഇങ്ങനെ നുറുക്ക് ഗോതമ്പാണെങ്കിൽ മറ്റേ ദിവസം രാഗി, അതുപോലെ പിന്നെ പരിപ്പ് വെച്ചിട്ടുള്ളൊരു സാധനം ഉണ്ട്. കുറേ സാധനങ്ങളുണ്ട്. ഈ 3 മണിൻ്റെ പലഹാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ ആ കുളിച്ച് വന്നതിന് ശേഷമുള്ളതാണ് ഒരു ഉലുവച്ചോറ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുക. അത് വലിയ ഇഷ്ടമില്ല. ഇത് എനിക്കിഷ്ടമാണ്. സമയം 5 മണിയായപ്പോൾ ഇതിൻ്റെ ഈവനിങ് സ്നാക്സ് എത്തിയാണ്. അത് ബോണ്ട, അതുപോലെ തന്നെ സൂപ്പ്, ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് കുടിക്കാൻ വേണ്ടി പോവുകയാണ് ഗായ്സ്. ഇത് കഴിഞ്ഞ് മിക്കവാറും ഞാൻ താഴേക്ക് പോകും. അതുപോലെ നമ്മളെ ഡ്രസ്സൊക്കെ ഇവിടെ തിരുമ്പി ചിക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാനല്ല, ഇവിടെയുള്ള താത്ത നല്ല വൃത്തിക്കെല്ലാം ചെയ്ത് തരലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലീൻ ലുക്കാണ് എല്ലാം. അപ്പം നമുക്ക് താഴത്തേക്കൊന്ന് പോയി നോക്കാം, കുറച്ച് നേരം ഒന്ന് ചില്ല് ചെയ്യാം. വൈകുന്നേരമല്ലേ. ഓക്കെ, ലെറ്റ്സ് ഗോ. വിശാലമായ സെറ്റപ്പ് തന്നെ ഉണ്ട്. ഒലിയാനൊക്കെ ആഗ്രഹമുണ്ട്. ഈ സമയത്ത് ഒലിയാൻ പറ്റുമോ? ആണ്ടാ, എനിക്ക് സ്റ്റിച്ചിനൊക്കെ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കും. നമുക്ക് അവിടെ ഇരുന്ന് ഊഞ്ഞാലാടാം, അതല്ലേ നല്ലത്. അപ്പം നമുക്ക് ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെ ചിലവഴിക്കാൻ ഇവിടെ ഇങ്ങനത്തെ സ്പോട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമാണ്. പിന്നെ ഇവിടെ ഈ വൈകുന്നേരമായ നല്ല കാറ്റാണ്. നല്ല കാറ്റാണ്. അതുകൊണ്ട് തന്നെ നല്ല സുഖത്തിൽ ചില്ല് ചെയ്യാം. പിന്നെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസുകളുണ്ട്. വേറെ ടൈപ്പ് ഊഞ്ഞാലുണ്ട്, ഈ ഊഞ്ഞാലുണ്ട്, ഒലിയ, പിന്നെ അപ്പുറത്ത് പാറുണ്ട്. അപ്പോൾ ഒക്കെ നമുക്കൊരു റിലാക്സേഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ ചിലവഴിക്കാൻ. എനിക്ക് ഇവിടെ ഇങ്ങനെ പ്രസവരക്ഷയ്ക്ക് വന്നതാണ് അങ്ങനത്തെ ഒരു ഫീലേ ഇല്ല. ഇനി ഒരു നല്ലൊരു എന്താ പറയുക, ഒരു റിസോർട്ടിലൊക്കെ പോയ ഫീല് അതാണ് എനിക്കുണ്ടായത്. പിന്നെ ഫുഡും എല്ലാം അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് സൂപ്പർ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കൺ അടിച്ചു പൊട്ടിക്കുക. ഉടനെ തന്നെ അടുത്ത വീഡിയോ തിരിച്ചു തന്നായിരിക്കും. അതുവരെയും ബൈ ബൈ.